വെൽക്കം ടു ചാനൽ. അപ്പം നിങ്ങൾക്ക് അറിയിക്കും നമ്മുടെ ടാക്സസ് എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ ഭയങ്കര വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് കുറേ ടാക്സിന് മോസ്റ്റ്ലി എല്ലാത്തിനും ടാക്സ് സംഭവങ്ങളൊക്കെ കൂട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ വന്നിട്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻസ്, അതായത് നമുക്ക് ടാക്സ് സേവ് ചെയ്യാനുള്ള ബെസ്റ്റ് 8 ഓപ്ഷൻസ് നമുക്ക് എന്തായാലും ഇന്ന് ഡിസ്കസ് ചെയ്യാട്ടോ. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ഏത് മേഖലയിൽ വരുന്ന ഇൻകം ആയാലും നമുക്ക് ആക്ച്വലി ഈ മെത്തേഡ്സ് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയിക്കാൻ നോർമലി നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ത്രൂ ടാക്സസ് കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ലോൺസ് ത്രൂ കുറയ്ക്കാൻ പറ്റും. അതാണ് രണ്ട് മെയിൻ കോമൺ സംഭവങ്ങൾ. നമുക്ക് ടൂൾസ് യൂസ് ടു റെഡ്യൂസ് ടാക്സ് അല്ലെങ്കിൽ സേവ് ടാക്സ്, അതെല്ലാം. അപ്പോൾ എല്ലാം കൂടിയിട്ട് നമുക്കൊരു 8 എണ്ണം നമുക്ക് ഇതിൽ പറയാം വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ 8 എണ്ണം ഇതിൽ ഏതെങ്കിലും ഓരോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ടാക്സ്, അതിന് ഓരോന്നിനും ഓരോ എന്താ പറയുക ഇത്രയും ലിമിറ്റുകളുണ്ട് അതിനനുസരിച്ച്. അതുപോലെ തന്നെ ലോക്ക് ഇൻ പീരീഡുകളുണ്ട്. നിങ്ങൾക്ക് അറിയാം നോർമലി ഈ ടാക്സ് സേവ് ടാക്സ് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡിലൊക്കെ നമുക്ക് ലോക്ക് ഇൻ പീരീഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫുള്ളി പറയാൻ പോകുന്നിട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ 2 മെയിൻ ചാനൽസ് പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യാൻ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റും പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ GHT പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആദ്യത്തെ പറയാൻ പോകുന്നത് നമ്മുടെ ELS ഫണ്ടാണ്. നമുക്ക് നോർമലി അറിയാം നമുക്കൊരു മ്യൂച്വൽ ഫണ്ടാണ് നമ്മുടെ ELS ഫണ്ട് എന്ന് പറയുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 ഇയേഴ്സിൽ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 19% റിട്ടേൺ പ്രതീക്ഷിക്കാണ്. ഇതെല്ലാം അത് കൺഫേം എന്നല്ല, ഇത് ആക്ച്വലി വേരിയബിൾ ആണ്. അപ്പോൾ ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ മാർക്കറ്റ് അതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നോർമൽ റിട്ടേൺ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 കൊല്ലത്തേക്ക് 19%ഒക്കെയാണ് നമുക്ക് നോർമലി ELS ഫണ്ടിൽ നമുക്ക് റിട്ടേൺ കിട്ടാറ്. അതുപോലെ തന്നെ ഇതിന് ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. 3 കൊല്ലം നമുക്ക് ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. അതായത് നമ്മൾ ELS ഫണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 3 കൊല്ലത്തേക്ക് നമുക്കത് എന്താ പറയുക റിഡീം ചെയ്യാനോ സംഭവമൊന്നും പറ്റില്ല. ഇത് ലോക്കായി തന്നെ കിടക്കട്ടോ. അതാണ് ആദ്യത്തെ. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ NPS ആണ്, നാഷണൽ പെൻഷൻ സ്കീം. നിങ്ങൾക്ക് അറിയാം റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 8%ഒക്കെയാണ് നോർമലി റിട്ടേൺ വരിക. നമുക്കിതിൽ ലോക്ക് ഇൻ പീരീഡ് 5 കൊല്ലാണ് വരുന്നത് കേട്ടോ. മൂന്നാമത്തേന്ന് പറയുന്നത് ULIPsകളാണ്, അതായത് ഇൻഷുറൻസ് പ്ലസ് ഇൻവെസ്റ്റ്മെന്റും കൂടി വരുന്ന സംഭവമാണ്. അതായത് നോർമലി റെക്കമെൻഡ് അല്ല. റിട്ടേൺ നോക്കിക്കഴിഞ്ഞാലും ഒരു 7% to 18% ഒക്കെ റിട്ടേൺ ആണ് അവർ പറയാറ്. നോർമലി 5 കൊല്ലം നമുക്ക് ഇതേപോലെ തന്നെ ലോക്ക് ഇൻ പീരീഡ് വരുന്നുണ്ട്. 4ാമത്തെയാണ് നമ്മുടെ സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. എന്താ പറയുക ഗേൾ ചൈൽഡ്സുകളുടെ പേരിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതിന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 8.2% നമുക്ക് റിട്ടേൺ വരുന്നുണ്ട്. അതായത് ഗേൾ ചൈൽഡിൽ 18 വയസ്സ് ആവുന്ന വരെ ഇതിന് ലോക്ക് ഇൻ പീരീഡ് ആയിരിക്കും കേട്ടോ. അതാണ് 4ാമത്തെ. 5ാമത്തെ പറയുന്നത് സീനിയർ സിറ്റിസൺ സ്കീം ഉണ്ട്. അതും 8.2% നോർമലി 5 കൊല്ലത്തേക്ക് റിട്ടേൺ കാര്യങ്ങളൊക്കെ തരാറ്. നമുക്കിതിന് ലോക്ക് ഇൻ പീരീഡ് 5 കൊല്ലമാണ് പറയുന്നത് കേട്ടോ. 6ാമത്തേന്ന് പറയുന്നത് PPF ആണ്. PPFന് നോർമലി 7% നോർമലി റിട്ടേൺ. 5 കൊല്ലം നോർമലി റിട്ടേൺ. അത് 5 കൊല്ലമായാലും എല്ലാം ഓൾമോസ്റ്റ് സെയിം റേഞ്ച് തന്നെ വരിക, 7% തന്നെ വരിക കേട്ടോ. നമുക്കതിന് ലോക്ക് ഇൻ പീരീഡ് 15 കൊല്ലമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അതിന് ലോക്ക് ഇൻ പീരീഡുകളുണ്ട്. അതായത് ചിലപ്പോൾ പെട്ടെന്ന് ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ നോർമൽ ഇൻവെസ്റ്റ്മെന്റ് പോലെ എടുക്കാൻ പറ്റില്ല. അതാണ് ഈ ലോക്ക് ഇൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് മാത്രം ഇടാനും മറക്കണ്ട കേട്ടോ. 7ാമത്തെയാണ് നമ്മുടെ ടാക്സ് സേവിങ് FD അല്ലെങ്കിൽ NST എന്ന് പറയും. നോർമലി ഇപ്പോൾ നമ്മുടെ ബാങ്ക് ആപ്പിലൊക്കെ കാണാം. ഇപ്പോൾ നോർമൽ FD അല്ലാണ്ട് തന്നെ ടാക്സ് സേവിങ് FDകൾ വേറെ ഉണ്ട്. അതിന് നോർമലി 7% to 8% നോർമലി റിട്ടേണൊക്കെ പ്രതീക്ഷിക്കാവുന്നത്. അതുപോലെ തന്നെ ലോക്ക് ഇൻ പീരീഡ് 5 കൊല്ലം വരുന്നുണ്ട് കേട്ടോ. 8ാമത്തെയാണ് ലൈഫ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് പറയുമ്പോൾ നമുക്ക് 5% to 6% നോർമലി റിട്ടേൺ വരിക. മെച്യൂരിറ്റി പീരീഡ് വരെ നോർമലി അത് ലോക്ക് ഇൻ പീരീഡ് ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതാണ് മെയിൻലി വരുന്ന 8 ബെസ്റ്റ് ഓപ്ഷൻസ് ടു സേവ് ടാക്സ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോർമലി ഞാൻ റെക്കമെൻഡ് ചെയ്യുക ELS ഫണ്ടാണ്. പക്ഷേ ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങളത് ന്യൂ റെജീമാണോ ഓൾഡ് റെജീമാണോ നമ്മുടെ ടാക്സ് സേവിങ്ങിൻ്റെ അത് മാറിക്കൊണ്ടിരിക്കും. ഞാൻ നോർമലി ചെയ്യാറുള്ളത് ELS ഫണ്ടാണ്. ഇതിൽ പിന്നെ നമുക്ക് റെക്കമെൻഡ് ആയിട്ടുള്ളത് NPS നല്ലതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സുകന്യ സമൃദ്ധി യോജനയും നല്ലതാണ്. അത് ഗേൾ ചൈൽഡ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ULIP നോട്ട് റെക്കമെൻഡ് ആണ്. സീനിയർ സിറ്റിസൺ സ്കീമും ഞാൻ വലിയ റെക്കമെൻഡ് ചെയ്യുന്നില്ല. PPF ഓക്കെയാണ്. അതുപോലെ തന്നെ ടാക്സ് സേവിങ് ഫണ്ടും ടാക്സ് സേവിങ് FDയും ഓക്കെ തന്നെയാണ്. ലൈഫ് ഇൻഷുറൻസും ഓക്കെ തന്നെയാണ്. ഇതിൽ ആക്ച്വലി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് ULIPs ആണ് കേട്ടോ. ബാക്കിയൊക്കെ ഓക്കെ. ഓൾമോസ്റ്റ് സീനിയർ സിറ്റിസൺ സ്കീമും അവോയ്ഡബിൾ ആണ്. വേണമെങ്കിൽ ബാക്കി നമുക്ക് 6 എണ്ണവും വേണമെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് എടുക്കാം കേട്ടോ. ഈ ലാസ്റ്റത്തെ 2 എണ്ണമായിട്ട് നമുക്ക് ULIPനും അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ സ്കീമിനും വെക്കാം. ULIP ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വരും കേട്ടോ. അതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും മെത്തേഡ് നിങ്ങൾക്ക് എന്താ പറയുക ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡുകൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ആക്ച്വലി ടാക്സ് സേവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളിക്കൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ LLS ഫണ്ട് തുടങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നമ്മുടെ ഏഞ്ചൽ ഫണ്ടിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഏഞ്ചൽ ഫണ്ടിൻ്റെ നമുക്ക് അറിയായിരിക്കും ഇപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് അക്കൗണ്ടൊക്കെ തുറക്കാൻ പറ്റും. അപ്പോൾ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഗ്രോവിൻ്റെ കിട്ടണമെങ്കിൽ ഞാൻ കൊടുക്കാം, IND മണിയോട് ഞാൻ കിട്ടണമെങ്കിൽ കൊടുക്കാം. IND മണി ഇപ്പോൾ ആക്ച്വലി അവർ റെഫറലൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറയാത്തത്. അപ്പോൾ അടുത്തുള്ളതാണ്. ബൈ.